അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവൾ ആഫിയ നല്ല മിടുക്കിയായ കുട്ടിയായിരുന്നു. പക്ഷേ ഇവൾ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. കാരണം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. പക്ഷേ അത്ഭുതപ്പെടേണ്ടതില്ല. മരിച്ച കുട്ടികളുടെ ഫോട്ടോ ഇടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ലോകത്തിൽ നിന്ന് ഒരു സന്ദേശമാണ് ഇവൾ ഈ കാലഘട്ടത്തിൻ്റെ രക്തസാക്ഷിയാണ്. 2025 വന്നത് തന്നെ പെൺകുട്ടികളുടെ കഥ പറഞ്ഞുകൊണ്ടാണ്. എന്ത് രക്തസാക്ഷി എന്നറിയോ? ലിപ്സ്റ്റിക്കിൻ്റെ രക്തസാക്ഷി ഇവൾ. മാത്രമല്ല ഇവൾ ലേസിൻ്റെ രക്തസാക്ഷി എന്നും പറയാം. പക്ഷേ ഇവൾക്ക് മെയിനായിട്ട് ലിപ്സ്റ്റിക്കാണ് ഇവളെ നശിപ്പിച്ചത്. എന്തിനാണ് പെൺകുട്ടികൾ ലിപ്സ്റ്റിക്ക് ഇടുന്നത്? എന്താ, തനിമയാർന്ന ചുണ്ടുകൾ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടില്ലേ? മുഖത്തിന് നിങ്ങൾ ശരിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട ഒരു പെൺകുട്ടിയും ലിപ്സ്റ്റിക്ക് ഇടാത്തൊരു പെൺകുട്ടിയും കൂടി നടക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അത്. പക്ഷേ ഒരാവശ്യവുമില്ലാതെ ലിപ്സ്റ്റിക്ക് വാരി പൊത്തി നടക്കുന്നു ഒരു കമ്പോളവൽക്കരണമായിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടം. അതിൻ്റെ രക്തസാക്ഷിയാണ് ഇവൾ ചെയ്ത തെറ്റെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇവൾക്ക് പ്രായപൂർത്തി എത്തിയോ എന്നറിയില്ല. കാരണം പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ ലാളിക്കുന്നതിൽ നമ്മുടെ മാതാപിതാക്കൾ വളരെ മുന്നിലാണ്. ഈ കുട്ടിയുടെ ഉപ്പ സ്ഥലത്തില്ല. ഉമ്മാൻ്റെ ഓമനയിലാണ് ഈ കുട്ടി വളർന്നത്. കുട്ടിക്ക് എന്തും പറഞ്ഞതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. കുട്ടി കഴിച്ചിരുന്നത് കൂടുതലും ലെയ്സായിരുന്നു. ഡെയിലി 5 രൂപയുടെ ലെയ്സ് ഇവൾ കഴിക്കുമായിരുന്നു. ലെയ്സിനെ പറ്റി ഡോക്ടർമാർ പറയുന്നത്, ഒരു ലെയ്സ് 5 രൂപയുടെ ഒരു ലെയ്സ് കഴിച്ചാൽ അത് ദഹിക്കാൻ ഒരാഴ്ച എടുക്കുമെന്നാണ്. അതുവരേക്കും അത് കുടലിൽ അള്ളിപ്പിടിച്ചിരിക്കുമെന്ന്. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൽ ഒരുപാട് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും സ്വയം നരകിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. കടകമ്പോളങ്ങൾ വിൽക്കും. ഈ കാലഘട്ടത്തിൽ കള്ളും കഞ്ചാവും ലഹരിയും ഒക്കെ സുലഭമായി കിട്ടുന്ന കാലഘട്ടത്തിൽ അതിനെ മാത്രം ആരും വിരോധിക്കുകയില്ല. പക്ഷേ ഉപയോഗിക്കുന്നവർ തിരിച്ചറിയണം. ഈ ചെറിയ കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള അപകട സാധ്യത അറിയുകയില്ല. ഇവൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഇവൾ ഡെയിലി ആയിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമായിരുന്നു. അങ്ങനെ മാത്രമല്ല ഇവളുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ, ഇവൾക്ക് വീട്ടിലെ ഭക്ഷണം ശരിക്ക് വേണ്ട എന്നാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് പലഹാരങ്ങളോ അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കൊടുത്താൽ തന്നെ അവൾ ഒരു പത്തിരി മാത്രം കഴിക്കുകയുള്ളായിരുന്നു അത്രേ. മറ്റ് ഭക്ഷണങ്ങളൊക്കെ അതേപോലെ തന്നെ വളരെ ചുരുങ്ങിയ ഭക്ഷണം. അതേ സ്ഥാനത്ത് പുറത്തെ മന്തി, ഈ പറയുന്ന ബേക്കറി സാധനങ്ങൾ, ഇതൊക്കെ ഇവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഈ ഒരു ചുരുങ്ങിയ വയസ്സിനിടയിൽ അവൾ പുറത്തു നിന്ന് വളരെയധികം ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇവളുടെ സാധ്യത്തിന്, അല്ലെങ്കിൽ അങ്ങനെ ലേസ് വാങ്ങിച്ചു കൊടുക്കാതിരുന്നാൽ, അതുപോലെ അവൾ മന്തി വാങ്ങണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കാതിരുന്നാൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു കുട്ടിയായിരുന്നു. അത് കുട്ടിയുടെ സ്വഭാവമാണല്ലോ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് ആ വഴി കാണിച്ചു കൊടുത്ത മാതാപിതാക്കളെയാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇവൾക്കൊരു ദിവസം അവളുടെ ചുണ്ടിലൊരു കുരു വന്നു. ചുണ്ടിൽ ഒരു കുരു ഉണ്ടായി. അത് ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ മരുന്ന് എഴുതി. ഇനി ലിപ്സ്റ്റിക്ക് ഇടരുത് എന്ന് അവളോട് പറഞ്ഞു. തൽക്കാലം ആ കുരു മാറിയപ്പോൾ അവൾ വീണ്ടും ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചു. ഈ ലിപ്സ്റ്റിക്ക് ആര് ലിപ്സ്റ്റിക്ക് ഇട്ടാലും അത് വയറ്റിലേക്ക് അതിൻ്റെ അംശങ്ങൾ ഇറങ്ങാതെ പോവുകയില്ല. പരസ്യങ്ങളിൽ പറയും അതൊരു കുഴപ്പവുമില്ല, വിരോധവുമില്ല എന്നൊക്കെ. എത്രയായാലും ചുണ്ട് ചോപ്പിക്കാൻ വേണ്ടി ഇടുന്ന വസ്തുവാണല്ലോ ഇത്. കെമിക്കലല്ലേ. മാത്രമല്ല ഇവൾ കഴിക്കുന്ന ലേസിലും കെമിക്കലാണുള്ളത്. ഈ കെമിക്കലും ഇവൾ ചുണ്ടിലിടുന്ന കെമിക്കലും രണ്ടും കൂടി അവളുടെ കുടലിലെത്തുകയാണ് ചെയ്യുന്നത്. ഇവളുടെ ചുണ്ടിലെ കുരു മാറി.
ഇവൾ ലിപ്സ്റ്റിക് വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി. വീണ്ടും കുരു വന്നു. വീണ്ടും മരുന്ന് കഴിച്ചു, മാറി. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, വളരെ കർശനമായിട്ട് പറഞ്ഞു, ഇനി ലിപ്സ്റ്റിക് ഉപയോഗിക്കുകയേ ചെയ്യരുത് എന്ന്. പക്ഷേ കുട്ടി വീണ്ടും ലിപ്സ്റ്റിക് ഉപയോഗിച്ചു. കുട്ടിക്ക് ആ കുരുകൾ കൂടുതലായി വന്നു. കുരു കൂടുതലായി എന്ന് മാത്രമല്ല, ആ കുരു ചെവിയിലേക്ക്, ചങ്കിലേക്ക് ഒക്കെ വ്യാപിക്കാൻ തുടങ്ങി. ഡോക്ടർമാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. മാത്രമല്ല, ആ കുരുവിൽ നിന്ന് ചോര നിൽക്കാതെ വരികയാണ്. ആ ചോര അവർ തുണി കൊണ്ടും മറ്റുമൊക്കെ പൊത്തി പിടിക്കാറാണ് എന്നാണ് പറയുന്നത്. വെറുതെ ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറി. ഒരു ചെറിയ പെൺകുട്ടിയാണ്. പിന്നെ അത് വീണ്ടും മൂർച്ഛിച്ചു. കുട്ടിക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ വയറും എത്തിക്കഴിഞ്ഞു. അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അമ്പരിപ്പിക്കുന്ന അവസ്ഥയാണ് ആ കുട്ടിയുടെ വയറിനുള്ളിൽ കണ്ടത്. ഏതൊക്കെ ദിവസങ്ങളിൽ എന്നോ കഴിച്ചുപോയ ലേസുകളൊക്കെ ദഹിക്കാതെ ആ വയറിൻ്റെ കുടലിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. വയറിൻ്റെ അകത്ത് കുരുക്കൾ നിറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കരളൊക്കെ, ലിവറൊക്കെ ദ്രവിച്ചിരിക്കുന്നു. ഹാർട്ടിൽ, ലിവറിൽ ഒക്കെ ഈ കുരുക്കൾ ബാധിച്ചിരിക്കുകയാണ്. കാരണം നോക്കിയപ്പോൾ, റിസർച്ച് നടത്തിയപ്പോൾ കാണുന്നത് ലിപ്സ്റ്റിക്കിൻ്റെയും ലേസിൻ്റെയും കെമിക്കൽ സമം ചേർന്ന് അതിൻ്റെ ഉള്ളിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കുടലിൻ്റെ ഉള്ളിലും വയറിൻ്റെ ഉള്ളിലൊക്കെ പ്രശ്നങ്ങളായി. അതിൽ നിന്നാണ് ഈ മാരകമായ അവസ്ഥയിലേക്ക് കുട്ടി മാറിക്കഴിഞ്ഞത്. കുട്ടിയുടെ ശരീരത്തിന് രോഗം മൂർച്ഛിച്ചു. താങ്ങാൻ വയ്യാതെയായി. കുട്ടി മരണത്തിലേക്ക് വീഴു. അങ്ങനെ ആ കുട്ടി മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പക്ഷേ കുട്ടി മരിച്ചു. ഇത് ആ കുട്ടി പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ മരണം നല്ല മരണം തന്നെയാണ്. കുട്ടിക്ക് പരലോകത്ത് ചോദ്യങ്ങളില്ല, പരലോകത്ത് രക്ഷയാണ്, അതൊക്കെ തന്നെ ശരി. പക്ഷേ ഇവിടെ പ്രായപൂർത്തിയായവരും ആവാത്തവരും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു. പ്രായപൂർത്തിയായവർ ഇത് ഉപയോഗിച്ചാൽ, ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പെണ്ണുങ്ങൾ, അവർക്കൊരു 40 വയസ്സ്, 35-40 വയസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രതിരോധശേഷി നശിച്ചു തുടങ്ങും. അങ്ങനെ ആ കെമിക്കൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും രോഗശയ്യയിലേക്ക് വീഴും. അതുവരേക്കും അധ്വാനിച്ചതും നയിച്ചതുമൊക്കെ ആസ്പത്രിയിൽ കൊണ്ടുപോയി കൊടുക്കും. ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും. എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥമുള്ളത്? അതുകൊണ്ട് സൂക്ഷിക്കുക. കുട്ടികളെ മാത്രമല്ല, വലിയവരെ സൂക്ഷിക്കുക. ഈ വലിയവരാണ് ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ലേസ് കുട്ടികൾ തിന്നുന്നതാണെങ്കിലും വലിയവരാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സ്വഭാവം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് മാരകമാണ് എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ.